ഗുഡ് മോർണിംഗ്. ഇന്ന് 26ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാധാരണ ഭിന്നങ്ങൾ, വിഷമഭിന്നം, മിശ്രഭിന്നം, അതായത് പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മിക്സഡ് ഫ്രാക്ഷൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈക്വലൻ്റ് ഫ്രാക്ഷനാണ്. അതായത് ഭിന്നസംഖ്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഈക്വലൻ്റ് ഫ്രാക്ഷൻ, അതാ സമാന ഭിന്നം. അപ്പോൾ ഈക്വലൻ്റ് ഫ്രാക്ഷൻ എന്താണെന്ന് നമ്മൾ നോക്കാം. ഈക്വലൻ്റ് ഫ്രാക്ഷൻസ് അഥവാ സമാന ഭിന്നങ്ങൾ. അപ്പോൾ നമ്മളിവിടെ 4/3 എന്ന് പറയുന്നൊരു ഭിന്നസംഖ്യ ഞാൻ എഴുതിയിരിക്കുകയാണ്. ഈ 4/3 എന്ന് പറയുന്ന ഭിന്നസംഖ്യയുടെ സമാന ഭിന്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 4/3 തുല്യമായിട്ടുള്ള മറ്റൊരു ഭിന്നസംഖ്യ എഴുതണം. അത് നമ്മളിവിടെ ചെയ്യേണ്ടത് അംശത്തെയും ഛേദത്തെയും, ആ ഭിന്നസംഖ്യയുടെ അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നോക്കാം, ഇവിടെ 3നെ 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ 4നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ 3 2 6, 4 2 8. അപ്പോൾ 4/3 എന്ന് പറയുന്ന ഭിന്നസംഖ്യയുടെ സമാന ഭിന്നമാണ് 8/6. അപ്പോൾ ഈ സമാന ഭിന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം ഇത് രണ്ടിൻ്റെയും വില ഒന്ന് തന്നെ ആയിരിക്കും. അപ്പം 8/6 ചെറുതാക്കിയാൽ 4/3 കിട്ടും. അപ്പം 4/3 സമാന ഭിന്നമാണ് 8/6. എന്താ നമ്മൾ ചെയ്തത്? 4/3 എന്ന് പറയുന്ന ഭിന്നസംഖ്യയുടെ അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യയോടെ തന്നെ ഗുണിച്ചു. നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. 6/5 എന്ന് പറയുന്ന സംഖ്യയുടെ, ആ ഭിന്നസംഖ്യയുടെ സമാന ഭിന്നം കാണാൻ 5നെ നമ്മൾ 8 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ 6നെ നമ്മൾ എന്ത് ചെയ്യണം? 8 കൊണ്ട് തന്നെ ഗുണിക്കണം. അപ്പോൾ 8×5 40, 6×8 47. അപ്പോൾ 6/5 എന്ന് പറയുന്ന ഭിന്നസംഖ്യയുടെ സമാന ഭിന്നം എന്ന് പറയുന്നത് 48/40 ആണ്. അടുത്ത പേര് നോക്കാം. 8/3 എന്ന് പറയുന്ന ഭിന്നസംഖ്യയുടെ സമാന ഭിന്നം കാണാൻ 8/3നെ 3നെയും 8നെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുക. 2 കൊണ്ട് ഗുണിക്കാം. 3 2 8 2. അപ്പം 3 2 6, 8 2 16. 3 2 6, 8 2 16. അപ്പം 8/3 സമാന ഭിന്നം 16/6 ആണ്. അപ്പോൾ ഒരു സമാന ഭിന്നം കാണാൻ, ഒരു ഭിന്നസംഖ്യയുടെ സമാന ഭിന്നം കാണാൻ 3 2 എന്ന് പറയുന്നത് സംഖ്യ നമുക്ക് എടുക്കാം. അതിന് സമാന ഭിന്നം കാണാൻ ഒരേ സംഖ്യ കൊണ്ട് മുകളിൽ എന്തായാലും നമ്മൾ ഗുണിച്ചു കൊടുത്താൽ മതി. അപ്പം 3 2നെ 2 കൊണ്ട് ഗുണിച്ചാൽ 2 2, 3 ഗുണം 2. അതേപോലെ തന്നെ 2നെ വീണ്ടും നമ്മൾ 3 കൊണ്ട് ഗുണിക്കുന്നു. 2 ഗുണം 3. അപ്പം 3നെ 3 കൊണ്ട് ഗുണിക്കുന്നു. വീണ്ടും നമ്മൾ 2നെ 4 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ നമ്മൾ 3നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 4 കൊണ്ട് ഗുണിക്കുന്നു. 2നെ നമ്മൾ വീണ്ടും 5 കൊണ്ട് ഗുണിക്കുന്നു. 3നെ നമ്മൾ 5 കൊണ്ട് ഗുണിക്കുന്നു, എക്സെട്ര. നോക്കാം നമുക്കിവിടെ 2 2 4, 3 2 6, 3 2 6, 3 9, 4 2 8, 4 3 12, 5 2 10, 5 3 15, എക്സെട്ര. നോക്കിയവിടെ 3ൽ 2ന്റെ സമാന ഭിന്നങ്ങളാണ് നമ്മൾ എഴുതിയിട്ടിരിക്കുന്നത്. അപ്പം 2 2 4, 3 2 6, 3 2 6, 3 3 9, 4 2 8, 4 3 12, 5 2 10, 5 3 15. അപ്പോൾ ഒരു ഭിന്നസംഖ്യയുടെ സമാന ഭിന്നം കാണാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുന്നു. ഇനി ഇതുപോലെ തന്നെ അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്തിനെ കിട്ടും? അതിന്റെ സമാന ഭിന്നം കിട്ടും. നോക്കാം നമുക്കിവിടെ. 40/50. അപ്പൊ 40നെയും 50നെയും, അതായത് അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് തന്നെ ഹരിക്കുക. നമുക്ക് ഏറ്റവും ചെറിയ സംഖ്യയായ 2 കൊണ്ട് ഹരിക്കാം. 50നെ നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഹരിക്കാം. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ 40നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 20 കിട്ടും. 50നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 25 കിട്ടും. അപ്പോൾ 50ൽ 40ന്റെ ഒരു സമാന ഭിന്നമാണ് 25ൽ 20. അപ്പൊ നമുക്ക് നോക്കാം. 25ൽ 20 എന്ന് പറയുന്ന സംഖ്യയുടെ സമാന ഭിന്നം കിട്ടാൻ എന്ത് ചെയ്യണം? രണ്ട് സംഖ്യയും ഒരേ സംഖ്യ കൊണ്ട് തന്നെ ഹരിക്കണം. ഇവിടെ 2 കൊണ്ട് പറ്റത്തില്ല. അതിൽ ഇവിടെ 2 20ന് 2 കൊണ്ട് പറ്റും, 25ന് 2 കൊണ്ട് പറ്റത്തില്ല. കാരണം 20ന്റെ ഒറ്റയുടെ സ്ഥാനത്തേക്കം 0 ആയതുകൊണ്ട് അതിന് 2 കൊണ്ട് ഹരിക്കാം. ഇവിടെ 25ന്റെ സ്ഥാനത്ത് ഒറ്റയുടെ അക്കം 5 ആയതുകൊണ്ട് അതിന് 2 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. എന്നാൽ 20ന്റെ ഒറ്റയുടെ സ്ഥാനത്തേക്കം 0ഉം 25ന്റെ ഒറ്റയുടെ സ്ഥാനത്തേക്കം 5ഉം ആയതുകൊണ്ട് ഈ രണ്ട് സംഖ്യയെ നമുക്ക് 5 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 20നെ 5 കൊണ്ട് ഹരിച്ചാൽ
25നെ 5 കൊണ്ട് ഹരിച്ചാൽ നോക്കാം. 20നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 4 കിട്ടും, 25 5 കൊണ്ട് ഹരിക്കുമ്പോൾ 5 കിട്ടും. അപ്പോൾ 25ൽ 20ന്റെ സമാന ഭിന്നം ഏതാണ്? 5ൽ 4 ആണ്. അപ്പോൾ 50ൽ 40ന്റെ സമാന ഭിന്നം എന്ത് തന്നെയാണ്? 5ൽ 4. അതൊക്കെ 50ൽ 40 എന്ന് പറയുന്ന സംഖ്യയുടെ ഈ 0-ഉം 0-ഉം പോയി കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും? 5ൽ 4 കിട്ടും. അപ്പം ഒരു ഭിന്നസംഖ്യയുടെ സമാന ഭിന്നം കിട്ടാൻ എന്ത് ചെയ്യണം? അതിന്റെ അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് തന്നെ ഹരിക്കണം. 75/100. അപ്പൊ 75/100ന്റെ സമാന ഭിന്നം കിട്ടാൻ നമുക്ക് 2നെ 5 കൊണ്ട് ഹരിക്കാം. 75/5 100/5. 75നെ 5 കൊണ്ട് നമ്മൾ ഹരിക്കണം. അപ്പൊ നോക്കാം, 7-നകത്ത് 5 ഒരു പ്രാവശ്യം നോക്കാം. സംശയമാണ്, ചെയ്ത് നോക്കുക. 5 കൊണ്ട് 1 5, 5 പോട്ട് 2 25, 5 5 20. അപ്പൊ 15 5 75. അപ്പൊ 15 വരും. ബൈ 100നെ 5 കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം 25 100. അപ്പം 100ൽ 75ന്റെ സമാന ഭിന്നമാണ് 20ൽ 15. ഇതിൽ നമുക്ക് വീണ്ടും ചെറുതാക്കാം. ഓക്കെ, 15നെ 5 കൊണ്ടിരിക്കാം, 20നെ 5 കൊണ്ടിരിക്കാം. അപ്പൊ 15/5 20/5 സമം 5 3 15, 5 4 20. 4ൽ 3. അപ്പൊ 100ൽ 75ന്റെ സമാന ഭിന്നം 4ൽ 3 ആണ്. ഇത് നമ്മൾ പ്രത്യേകം പഠിക്കുന്നുണ്ട്. കാര്യം, ഒരു ഭിന്നസംഖ്യയെ നമ്മൾ അതിന്റെ ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് നമ്മൾ എഴുതാറുണ്ട്. ഏതൊരു ഭിന്നസംഖ്യയായാലും അതിന്റെ ചെറിയ രൂപത്തിലേക്ക് നമ്മൾ അതിനെ മാറ്റും. അത് അതിന്റെ യഥാർത്ഥത്തിൽ അതിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയും. അത് നമ്മൾ വരുന്നതേ ഉള്ളൂ, പഠിക്കുന്നതേ ഉള്ളൂ. പക്ഷെ അവിടെ എല്ലാം നമ്മൾ ചെയ്യുന്നത് നേരത്തെ പഠിച്ചതുപോലെ ഉസാഹയും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന സമാന ഭിന്നങ്ങളുടെയൊക്കെ കണക്കുകളെല്ലാം അതിനകത്ത് ബന്ധപ്പെട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ഭിന്നസംഖ്യയുടെ സമാന ഭിന്നം കിട്ടാൻ അല്ലെങ്കിൽ ഈക്വൽ ടു ഫ്രാക്ഷൻ കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന്റെ അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഒന്നുകൂടി പറയാം. ഒരു ഭിന്നസംഖ്യയുടെ സമാന ഭിന്നം കിട്ടാൻ, ഈക്വൽ ടു ഫ്രാക്ഷൻ കിട്ടാൻ, അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുകയോ ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കുകയോ ചെയ്താൽ ആ സംഖ്യയുടെ സമാന ഭിന്നം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു.